ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ എങ്ങനെയാണ് പനീർ ബട്ടർ മസാല വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫോർച്യൂണിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് വെജിറ്റബിൾ ഓയിലായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ സവാളയെല്ലാം നല്ലതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 തക്കാളി, മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 20 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് 5 മിനിറ്റ് നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മൂടി അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ തക്കാളിയും കാഷ്നട്ടും സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ കാഷ്നട്ട് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തക്കാളിയും സവാളയും കാഷ്നട്ടും എല്ലാം ഈ ഒരു മിക്സ് മുഴുവനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് അരച്ചെടുക്കാവൂ. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ തക്കാളിയും സവാളയെല്ലാം. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ എന്താ നല്ല സ്മൂത്തായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും അതിലെ ഇഞ്ചിയുടെയും അതുപോലെ തക്കാളിയുടെ ആ തൊലിയുടെ ഭാഗമൊക്കെ കുഞ്ഞു ഇതായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കാതെ ചേർക്കാം. പക്ഷേ അരിച്ച് ചേർക്കുമ്പോഴാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല സ്മൂത്തായിട്ടുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഇത് മടിയൊന്നും വിചാരിക്കേണ്ട. നമുക്കൊരു അരിപ്പയിലൂടെ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ആ ഇഞ്ചിയുടെ നാരും ആ തക്കാളിയുടെ തൊലിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വേസ്റ്റ് നമുക്ക് കിട്ടി. അതെടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അത് നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ആ ഒരു മസാല തയ്യാറാക്കിയിട്ടുള്ള പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ഏലക്കായ, ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട, ഒരു പച്ചമുളക് നടുകെ കീറിയത്, ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ തീ. കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള അരപ്പ്, തക്കാളിയുടെയും സവാളയുടെയൊക്കെ അരപ്പ് മുഴുവനായിട്ടും ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ നന്നായി ചൂടായിട്ട് ചെറുതായി ഒന്നിങ്ങനെ ചെറിയ തിള വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബട്ടർ മസാലയ്ക്ക്.
നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ബട്ടർ മസാലയ്ക്ക് ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതേ ടേസ്റ്റിൽ നിന്നല്ല, അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് അതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ പനീറാണ്. പനീർ ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ അങ്ങനെ സ്ക്വയർ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 12 പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പനീർ ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്നെസ് കൂടുതലായി തോന്നിയതുകൊണ്ട് ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എന്തോരം കട്ടി വേണം നമ്മുടെ മസാലയ്ക്ക് എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വെള്ളത്തിൻ്റെ അളവും കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പനീറൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ ഒത്തിരി നേരം നമ്മൾ ഓവർ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനീർ ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഓവർ കുക്ക് ചെയ്യരുത്. 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി തുറന്ന് അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സ്മൂത്തും നല്ല ക്രീമി ആയിട്ടുള്ള നമുക്ക് ബട്ടർ മസാല കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല രസമാണ്, അതുപോലെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു പനീർ ബട്ടർ മസാല. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ പറാത്തയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ചാറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഫ്രഷ് ക്രീം അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും കമൻറ്റിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.